Hi all, it's me Amal. Welcome back. അപ്പം നമ്മളുടെ ഈ ചാനലിൽ ഒരു ന്യൂസ് വരാൻ വേണ്ടി വന്നതാണ്. ന്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഈ ചാനലിൽ കൂടെ എല്ലാം ആപ്പിളിന്റെ പ്രൊഡക്ട്സിന്റെ അപ്ഡേറ്റുകളും ന്യൂസുകളും ടിപ്പുകളും ട്രിക്കുകളും കിട്ടുന്ന ചാനലാണ്. അപ്പോൾ സോ ഒരു കൺഫേം ആയ ന്യൂസ് അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. 2 ഫീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതായത് iOS 18 വരുന്ന 2 ഫീച്ചർ, എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഫീച്ചർ എടുത്തു പറയാൻ വേണ്ടി വന്നതാണ്. അത് ആക്സസിബിലിറ്റിക്കകത്ത് അഡീഷണലി ആഡ് ആവുന്ന 2 ഫീച്ചറാണ്. ഒന്നാമത്തെ ഫീച്ചർ ഐ ട്രാക്കിങ്, രണ്ടാമത്തെ ഫീച്ചർ മ്യൂസിക് ഹാപ്റ്റിക്സ്. ഈ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഈ 2 ആപ്പിൾ ഇനി കൊണ്ടുവരാൻ പോകുന്നത് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. അത് ഭയങ്കരമായിട്ടുള്ള നല്ലൊരു ഫീച്ചറാണ്. ഒന്ന്, നമുക്ക് ഫിസിക്കലി കൈകൾക്കൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു പുതിയ ഫീച്ചറാണ് ഐ ട്രാക്കിങ്. ഐ ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ അത് സെറ്റപ്പ് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറ വെച്ചാണ്. ഇപ്പം നമ്മളൊരു ഐപാഡിൽ ഒരു ന്യൂസ് കാണുക, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് വായിക്കുക, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നടത്തുകയോ മൂവ് ചെയ്യുകയോ, നമ്മൾ നമ്മുടെ വിരലുകൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസും നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഇനി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫീച്ചറാണ് ഐ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ന്യൂസ് വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആർട്ടിക്കിൾ നമുക്ക് സ്വൈപ്പ് ചെയ്ത് മുകളിലോട്ട് വിടേണ്ടതിന് പകരം നമ്മൾ കണ്ണുകൊണ്ട് ഇതിന് മുകളിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കിന്റെ സ്വൈപ്പ് അപ്പ് ആവുകയും സ്വൈപ്പ് ഡൗൺ ആവുകയും ആപ്പ് ക്ലോസ് ചെയ്യുകയും ബാക്ക്ഗ്രൗണ്ട് പോവുകയും ഫിസിക്കൽ ബട്ടൺസ് വരെ ജസ്റ്റേഴ്സ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫീച്ചറാണ് ഐ ട്രാക്കിംഗ്. അത് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി അനൗൺസ് ചെയ്തു, അത് വരാൻ പോവുകയാണ്. അത് നല്ലൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ കേൾവിക്ക് കുറവുള്ള ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി, കേൾവി ഇല്ലാത്തവർക്ക് വേണ്ടി അവർക്ക് മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് മ്യൂസിക് ടാക്ടിക്സ്. മ്യൂസിക് ടാക്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐഫോണിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഐഫോൺ എടുക്കുമ്പോൾ അതിലുള്ള ടാപ്റ്റിക്സ് എഞ്ചിൻ വെച്ച് അകത്തുള്ള നമുക്ക് വൈബ്രേറ്റർ ഉണ്ടല്ലോ, ഈ ടാപ്റ്റിക് എഞ്ചിൻ വെച്ച് നമുക്ക് മ്യൂസിക് ഫീൽ ചെയ്യാൻ പറ്റും, വൈബ്രേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ഈ ഐഫോണിന്റെ ബോഡിയിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്ന ആ ഫീൽ കിട്ടും. അങ്ങനെ ആപ്പിൾ മ്യൂസിക്കിലുള്ള എല്ലാം ഒരു ലക്ഷക്കണക്കിന് മ്യൂസിക് നമുക്ക് ഈ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നൈസായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചറാണ് മ്യൂസിക് ടാപ്റ്റിക്. അപ്പോൾ ഈ 2 ഫീച്ചർ കൂടാതെ നമ്മുടെ ആപ്പിൾ വിഷൻ പ്രോയ്ക്കകത്ത് അഡീഷണൽ ഫീച്ചർ വരുന്നുണ്ട്, കാർപ്ലേക്കകത്ത് അഡീഷണൽ ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മോഷൻ ഫീച്ചർ, വെഹിക്കിളിനകത്ത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നതനുസരിച്ചുള്ള മോഷൻസ് സ്ക്രീനിൽ നമുക്ക് മാറ്റം വരുത്തുന്ന ഫീച്ചർ, ഇതൊക്കെ ആഡ് ആവുന്നുണ്ട്. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഉപയോഗപ്പെടുന്ന ഫീച്ചേഴ്സ് ആണ് ഈ ആക്സസിബിലിറ്റിക്കായിട്ട് വരാൻ പോകുന്ന ഐ ട്രാക്കിങ്ങും മ്യൂസിക് ഹാപ്റ്റിക്സും. ഈ ഒരു ന്യൂസ് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫീച്ചർ വരുന്നത് iOS 18 എന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഓൾമോസ്റ്റ് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ലൈനപ്പ് സെപ്റ്റംബറിലായിരിക്കും. ആ ഒരു ലോഞ്ചിനോടുകൂടി നമുക്ക് ഇത് അവൈലബിൾ ആയി ഡിവൈസുകളിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഏതൊക്കെ ഡിവൈസുകളിൽ ലഭിക്കും എന്നുള്ള കാര്യം കൺഫേം അല്ല, എങ്കിലും ഇത് iOS 18 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇത് ഈ സംഭവം ചെയ്യുന്നത് എയുടെ ഒരു ഹെൽപ്പോട് കൂടിയാണ്. നമുക്കറിയാമല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏതൊക്കെ ഡിവൈസുകളിൽ കിട്ടും എന്നുള്ള കാര്യം കൺഫേം അല്ല, നമുക്ക് നോക്കാൻ എന്നിരുന്നാലും. അപ്പോൾ അത് അടുത്ത ഒരു ആപ്പിളിന്റെ പ്രൊഡക്റ്റ് അപ്ഡേറ്റോ അല്ലെങ്കിൽ ന്യൂസോ ടിപ്പോ ട്രിക്കോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ കൂടാത്തവർ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഐഫോൺ യൂസ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.